അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 17, 2024 തമിഴ്നാട്ടിലെ കടലൂരിലുള്ള കരുമണിക്കുപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലെ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോൾ വരികയാണ്. സാർ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീട് ഒരു 4-5 ദിവസമായിട്ട് പൂട്ടിക്കിടക്കാണ്. എന്നാൽ ആ വീട്ടിൽ നിന്ന് വളരെ അസഹനീയമായിട്ടുള്ള രീതിയിലുള്ള ദുർഗന്ധം വരുന്നുണ്ടെന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിരുന്നു അത്. അങ്ങനെ പോലീസുകാർ വിവരം അറിഞ്ഞ് നേരെ അങ്ങോട്ട് പോവുകയാണ്. പോലീസുകാർ അവിടെ എത്തിയപ്പോൾ തന്നെ ആ വീടിൻ്റെ അകത്ത് നിന്ന് വല്ലാത്ത രീതിയിലുള്ളൊരു ഗന്ധം വരുന്നുണ്ടായിരുന്നു. അവസാനം ആ ഒരു ഡോറ് പൊളിച്ചകത്തോട്ട് കയറാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ആ ഒരു ഡോറ് പൊളിച്ചു. അപ്പോൾ തന്നെ അകത്തു നിന്നൊരു വല്ലാത്ത രീതിയിലുള്ളൊരു ദുർഗന്ധം പുറത്തോട്ട് ഇങ്ങനെ തള്ളി. അവസാനം അവർ പോലീസുകാരിങ്ങനെ അകത്ത് കയറി നോക്കുകയാണ്. ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ട് പോലീസുകാർ തന്നെ സ്റ്റക്കായി പോവുകയാണ്. കത്തിയ നിലയിലുള്ള 3 മൃതദേഹങ്ങൾ ആ വീട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരുന്നു ഈ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നത്. ഉടനെ പോലീസുകാർ ആ ഒരു ഏരിയ അണ്ടർ കൺട്രോളിലാക്കി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ആരൊക്കെയോ ചേർന്ന് ആ വീട്ടിലുള്ള 3 പേരെയും വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷമാണ് കത്തിച്ചതെന്ന് പോലീസിന് മനസ്സിലായി. കാരണം അവരുടെ ബോഡിയിൽ ആഴത്തിലുള്ള മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇനി ഇത് വല്ല മോഷണശ്രമമാണോ എന്നുള്ളത് പോലീസുകാർ നോക്കിയപ്പോൾ വീട്ടിൽ നിന്നൊന്നും തന്നെ പോയിട്ടില്ല. അതായത് വിലപിടിപ്പുള്ളൊന്നും തന്നെ പോയിട്ടില്ല. ആ വീട്ടിൽ 6 മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. 6 മൊബൈൽ ഫോൺ ആ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുകയാണ്. പിന്നെ ഗോൾഡ്, പണം തുടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ വീട്ടിൽ നിന്നും മോഷണം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും ഫോറൻസിക് ടീമും മറ്റുമൊക്കെ വന്നു, തെളിവുകളും മറ്റുമൊക്കെ ശേഖരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ 3 പേരെ കൊലപ്പെടുത്തിയത് ആരാണ്? എന്തിനാണ് അയാൾ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്? ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത്? ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിലോട്ട് നയിക്കാനും മാത്രം അത്രത്തോളം പ്രശ്നം ആ ഒരു ഫാമിലിയുമായിട്ട് ഇയാൾക്ക് എന്താണ് ഉണ്ടായത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാരെങ്ങനെ നൈബേഴ്സിൻ്റെ അടുത്ത് ആരാണ് അവിടെ താമസിച്ചിരുന്നത്, അവരുടെ കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ സുഗന്ധകുമാർ എന്ന് പറയുന്ന ഒരാളും ആളുടെ ഫാമിലി ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത് എന്നുള്ളത് പോലീസിന് മനസ്സിലായി. ആൾക്ക് ഏകദേശം ഒരു 40-45 വയസ്സോളം പ്രായം ഉണ്ടായിരുന്നു. നിശാന്ത് എന്ന് പറയുന്ന ആളുടെ 10 വയസ്സുള്ള മകനും പിന്നെ ആളുടെ അമ്മയും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ വൈഫിനെ കുറിച്ച് ഇങ്ങനെ പോലീസുകാരിങ്ങനെ അന്വേഷിച്ചപ്പോൾ ആളുടെ വിവാഹവും ഡിവോഴ്സും ഒക്കെ കഴിഞ്ഞതാണെന്ന് മനസ്സിലാവുകയാണ്. എന്നാൽ അതിനുശേഷം ആൾക്ക് ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അജിതം സുൽത്താൻ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഈ നിശാന്ത് എന്ന് പറയുന്ന മകൻ ഉണ്ടായത്. അതിനുശേഷം ഇവർക്കിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതിനുശേഷം ഇവർ പിരിയുകയാണ്. അതിനുശേഷം ആ ഒരു പയ്യൻ ഇയാളുടെ കൂടെയൊക്കെ ആയിരുന്നു ഉണ്ടായത്. പിന്നെ ഈ സുഗന്ധകുമാറിന്റെ ഫാമിലിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ രാജസ്ഥാൻകാരാണ്. ഒരുപാട് നാളുകൾക്ക് മുൻപ് ഇവിടെ വന്ന് സെറ്റിൽ ആയതാണ്. ഇയാൾക്ക് ഹൈദരാബാദിലായിരുന്നു ജോബ്. ആൾക്ക് 15 ദിവസം ജോബിന് ഓഫീസിലോട്ട് പോയാൽ മതി. ബാക്കിയുള്ള ദിവസങ്ങൾ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ആൾ 15 ദിവസം അവിടെ ആയിരിക്കും, ബാക്കി 15 ദിവസം ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇത്തവണ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നൈബേഴ്സ് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങിയത് ആ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന വേലക്കാരിയായിരുന്നു. വേലക്കാരിയോട് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ വേലക്കാരി പറഞ്ഞു, ഒരു 4-5 ദിവസം മുൻപ് ഞാൻ ഇതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കിടക്കായിരുന്നു. അപ്പോൾ ഞാനിതേപോലെ ആ വീട്ടിലത്തെ ചേച്ചിനെ വിളിച്ചു. ചേച്ചിനെ ഇങ്ങനെ കോൾ ചെയ്തപ്പോൾ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നീട് ഞാൻ അവിടെ നിന്ന് പോവാനുണ്ടായത്. അങ്ങനെ പിറ്റേ ദിവസം വന്നു. അങ്ങനെ 2-3 ദിവസം വന്ന് നോക്കി. അപ്പോൾ അവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ വരവ് നിർത്തി. ഇനിയിപ്പോൾ അവർ വരുമ്പോൾ എന്നെ തിരിച്ചു വിളിക്കുമെന്ന് വിചാരിച്ചു. സാധാരണഗതിയിൽ ഇവരിങ്ങനെ ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ പോകാറുള്ളതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും പോയതായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടുണ്ടാകില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു വേലക്കാരി പോലീസിന് മൊഴി കൊടുത്തത്. എത്രാം തീയതി തുടങ്ങിയിട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ചോദിച്ചപ്പോൾ 13-ാം തീയതി തുടങ്ങിയിട്ട് അങ്ങനെയായിരുന്നു കണ്ടതെന്നുള്ളതും ഈ വേലക്കാരി പറയുകയാണ്. പിന്നീട് പോലീസുകാർ ആ വീട്ടിൽ വരുന്ന പാൽക്കാരൻ, പത്രക്കാരൻ, പിന്നെ ആ വീട്ടിലോട്ട് വരുന്ന ആളുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ തന്നെ ഫ്ലാറ്റിലുള്ള ഒരുപാടധികം ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്തു. എന്നാൽ ഇതിൽ നിന്നൊന്നും തന്നെ യാതൊരു ലീഡും പോലീസിന് ലഭിച്ചില്ല. അപ്പോൾ ആ ഒരു ടൈമിലാണ് വേറൊരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. അതായത് ഒരു 6 സ്മാർട്ട് ഫോണും കാര്യങ്ങളും ഒക്കെ ആ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഫോണുകളിലൊന്നും തന്നെ സിം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ഫോണും ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പോലീസിന് വീണ്ടും കൺഫ്യൂഷനായി. ഒരാൾ വന്ന് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ നടത്തി ഫോണിൻ്റെ സിം കാർഡൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഫോണൊക്കെ റീസെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് പോയിരിക്കുകയാണ്. പോലീസുകാരിങ്ങനെ നൈബേഴ്സിനെ വീണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചെറിയ മുറിമുറുപ്പുകളും അങ്ങനെ അവിടെ ഇവിടെ തൊടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പോലീസിന് ഇങ്ങനെ കിട്ടുകയാണ്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരിച്ച സുഗന്ധകുമാറിന് അവരുടെ വീടിൻ്റെ ബാക്കിലുള്ള സ്ട്രീറ്റിലുള്ള ഒരു വീട്ടിലുള്ള ഒരു സ്ത്രീയുമായിട്ടൊരു അഫെയർ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യമായിരുന്നു അത്. ശങ്കറാനന്ദ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ അമ്മയുമായിട്ടായിരുന്നു ഈ സുഗന്ധകുമാറിന് റിലേഷൻ ഉണ്ടായത്.
എന്നാൽ പോലീസുകാർ ആ ഒരു സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപ് ആ സ്ത്രീ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതായിരുന്നു. അങ്ങനെ പോലീസുകാർ നേരെ ആ സ്ട്രീറ്റിൽ ആ സ്ത്രീയുടെ വീടിൻ്റെ അവിടോട്ട് പോവുകയാണ് ഈ ഒരു ശങ്കറാനന്ദിനെ കാണുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ആ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഒരു പയ്യൻ എവിടെ പോയി എന്നുള്ളത് അവിടെ ആർക്കും തന്നെ അറിയത്തുമില്ലായിരുന്നു. പോലീസുകാരങ്ങനെ നൈബേഴ്സിൻ്റെ അടുത്ത് നിന്ന് ശങ്കറാനന്ദിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി ആ നമ്പറിലോട്ട് വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ കഴിഞ്ഞ 12-ാം തീയതി തുടങ്ങി ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളൊരു കാര്യം പോലീസ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ തീവ്രമായിട്ട് ഈ ഒരു ശങ്കറാനന്ദിനെ പോലീസുകാർ അന്വേഷിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ പോലീസിന് മറ്റൊരു ഇൻഫർമേഷൻ കൂടെ ലഭിക്കുകയാണ്. ഈ ശങ്കറാനന്ദിൻ്റെ അമ്മ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതിനും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആളുടെ അച്ഛൻ വീട്ടിൽ തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ തൂങ്ങി മരിക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ ഭാര്യയും അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട ആളുണ്ടല്ലോ ആളും തമ്മിലുള്ള ആ ഒരു ബന്ധം തൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ളതാണ് പറയുന്നത് ഒരു റീസൺ ആയിട്ട്. ഇത് കണ്ട് ആൾക്ക് താങ്ങാൻ പറ്റാതെയാണ് ആത്മഹത്യ ചെയ്തത്. തൻ്റെ അമ്മയുടെ മരണം കൂടെ കഴിഞ്ഞപ്പോൾ ശങ്കറാനന്ദിന് ആകപ്പാടെ പ്രാന്തായി. അതിനുശേഷം പലതവണ ഈ ഒരു സുഗന്ധകുമാറിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. സുഗന്ധകുമാറാണ് തൻ്റെ ജീവിതം നശിപ്പിച്ചത്, തൻ്റെ ഫാമിലിനെ ഇല്ലാതാക്കിയത്, അയാളെ വെറുതെ വിടില്ല എന്നുള്ളത് ആളിങ്ങനെ പറഞ്ഞ് നടക്കാറുണ്ടായിരുന്നതായിട്ടും ആളുകൾ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായത് അത്രത്തോളം വലിയൊരു വെറുപ്പായിരുന്നു ഈ സുഗന്ധകുമാറിൻ്റെ അടുത്ത് ഈ ആനന്ദിനുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലീസിന് വേറൊരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. ശങ്കറാനന്ദിൻ്റെ ഫോൺ ചെന്നൈയിൽ ഓൺ ആയിട്ടുണ്ടെന്നുള്ളതായിരുന്നു അത്. ഉടനെ തന്നെ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാണ് ഒരു ടീം പോലീസുകാർ അങ്ങോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പയ്യനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പോലീസ് സ്റ്റൈലിൽ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. ക്വസ്റ്റ്യൻ ചെയ്യലിൽ ശങ്കറാനന്ദ് പറഞ്ഞു സുഗന്ധകുമാറും തൻ്റെ അമ്മയും തമ്മിൽ ഒരു അവിഹിത ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി. ആ ഒരു സമയത്ത് വരെ താൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ ഇത് സ്വന്തം കണ്ണുകൊണ്ട് കാണുകയാണ്. തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ വേറൊരാളും തമ്മിലുള്ള ഇങ്ങനെയുള്ളൊരു ബന്ധം. അത് താങ്ങാൻ ആൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അച്ഛൻ ആത്മഹത്യ ചെയ്തപ്പോൾ ഞാനാകപ്പാടെ തകർന്നു പോയി. അതിനുശേഷം അമ്മയുമായിട്ട് സ്ഥിരമായിട്ട് വഴക്കിടായിരുന്നു. അപ്പോൾ പിന്നീട് സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മരിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഒരു സുഗന്ധകുമാർ തൻ്റെ വീട്ടിലോട്ട് വരാനായിട്ട് തുടങ്ങി. അമ്മയും സുഗന്ധകുമാറും വീണ്ടും ആ ഒരു ബന്ധത്തിൽ ഇങ്ങനെ തുടരാനായിട്ട് തുടങ്ങി. അപ്പോൾ വീട്ടിലെ കാരണവന്മാർ വന്ന് ഇടപെട്ടു. എന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് എന്താ പറയുക ബാക്കി അയലോകത്തുള്ള ആളുകൾ വന്ന് പറഞ്ഞു. എന്നിട്ടൊന്നും തന്നെ ഇവർ രണ്ടുപേരും തിരുത്താനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. താനും അമ്മയുമായിട്ട് ഡെയിലി ഇതേപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കാറുണ്ടായിരുന്നു. അച്ഛൻ ഈ ഒരു കാര്യം കണ്ടിട്ടാണ് അമ്മ ആത്മഹത്യ ചെയ്തത്, എന്നിട്ട് നിങ്ങളിത് വീണ്ടും തുടരുകയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് വീട്ടിലാകപ്പാടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാലും അമ്മ അത് നിർത്താനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഒരു സമയത്ത് ഇനി ഞാൻ ഈ ഒരു വീട്ടിലോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് വീടിൻ്റെ പുറത്ത് പോയിട്ട് ഇത് നിർത്തിയില്ല, ഇനി വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും ആ പയ്യൻ ഭക്ഷണം കഴിക്കുന്നത് വരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആ ഒരു സ്ത്രീ ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളായപ്പോൾ ഈ ഒരു പയ്യൻ ആ ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക വീട് വിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. വല്ലപ്പോഴേ വീട്ടിലോട്ട് വരാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു ആത്മഹത്യ നടക്കുന്നത്. തൻ്റെ അമ്മയും കൂടെ ആത്മഹത്യ ചെയ്തപ്പോൾ ഈ പയ്യനാകപ്പാടെ തകർന്നു പോവാണ്. അതായത് ഈ ഒരു സ്ത്രീയെക്കുറിച്ച് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വേറൊരു രീതിയിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി, വളരെ മോശമായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ആ ഒരു വിഷമം താങ്ങാൻ പറ്റാതെയായിരുന്നു ആ ഒരു സ്ത്രീ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് തൻ്റെ അച്ഛനും അമ്മയും നഷ്ടമായി. ഇതിന് കാരണക്കാരനായിട്ടുള്ളത് സുഗന്ധകുമാറാണ് എന്നുള്ള കാര്യം ഈ ഒരു പയ്യൻ്റെ മൈൻഡിൽ ഉണ്ടാവുകയാണ്. അതിനുശേഷം ഇയാളെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ളൊരു തോട്ടിലായിരുന്നു ഈ പയ്യനുണ്ടായിരുന്നത്. പല സമയത്തും എന്താ പറയുക സുഗന്ധകുമാറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ പാളിപ്പോയി. ആളുടെ വീട്ടിലോട്ട് പോയി അടി ഉണ്ടാക്കുന്നത് സ്ഥിരമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അയാളെ കൊല്ലണം എന്നുള്ള ഒരു ഒറ്റ മൈൻഡിലായിരുന്നു ആ പയ്യൻ അവിടെ നിന്ന് ഇറങ്ങിയത്. കരിമ്പൊക്കെ വെട്ടാൻ യൂസ് ചെയ്യുന്നൊരു വലിയൊരു കത്തി എടുത്തിട്ടായിരുന്നു അങ്ങോട്ട് പോയത്. അപ്പോൾ നേരെ സുഗന്ധകുമാറിൻ്റെ വീട്ടിലോട്ട് പോയി. വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആയിരുന്നു. ആ വീട്ടിലോട്ട് കയറിയപ്പോൾ അവിടെ ഇരുന്ന് കള്ളുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹാളിൽ. അപ്പം തന്നെ അയാൾ അവിടെ കിട്ടുന്നതിന് വേറെ വർത്താനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വെട്ടാനായിട്ട് തുടങ്ങി. അയാൾ ഒച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ അകത്ത് കിടന്നിരുന്ന അമ്മ എഴുന്നേറ്റ് വരികയാണ്. അമ്മ നോക്കുമ്പോൾ മകൻ ഇതേപോലെ തന്നെ ഇയാളെടുത്തിട്ട് വെട്ടുന്നതാണ്. അപ്പോൾ ആ സ്ത്രീ വന്നിട്ട് ഈ ഒരു പയ്യനെ തടയാനായിട്ട് തുടങ്ങി. എന്നാൽ ശങ്കറാനന്ദിന് എന്താ പറയുക ആ ഒരു ടൈമിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അമ്മയെയും വെട്ടുകയായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 10 വയസ്സുള്ള പയ്യനുണ്ടായിരുന്നല്ലോ നിഷാന്ത്. ആ പയ്യൻ ഇങ്ങനെ അകത്തോട്ട് വരികയായിരുന്നു. അപ്പോൾ ഈ പയ്യനിന് തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പിടിക്കപ്പെടുമല്ലോ എന്നുള്ളൊരു തോട്ട് ആ ഒരു എന്താ പറയുക
ഈ ആനന്ദിൻ്റെ മൈൻഡിൽ ഉണ്ടാവുകയാണ്. എന്നാൽ ആ പകുതി ഉറക്കത്തിലുണ്ടായിരുന്ന ആ ഒരു പയ്യൻ ഈ ആനന്ദിനെ കണ്ട വഴിക്ക് ഫോണെടുത്ത് വീഡിയോ പിടിക്കുകയും ചെയ്തു. ഇതൊക്കെ കൂടെ ആയപ്പോൾ ഈ പയ്യനെ കൊല്ലാതെ നിവൃത്തില്ല എന്നുള്ളത് ഈ ശങ്കരാനന്ദിന് തോന്നുകയാണ്. ഉടനെ തന്നെ നേരെ പാഞ്ഞു പോയി ആ ഒരു പയ്യനെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് തിരിച്ചു പോയി. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ക്ലിക്കായത്. അയ്യോ, ആ പയ്യൻ എൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് പോലീസുകാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിക്കപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് വീണ്ടും അയാൾ ആ ഒരു വീട്ടിലോട്ട് വരികയാണ്. അതിനുശേഷമാണ് എല്ലാ സിം കാർഡ് എടുത്തതും അതുപോലെ തന്നെ എല്ലാ ഫോണും ഇതേപോലെ തന്നെ ഫാക്ടറി ഡാറ്റ റീസെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതും. പിന്നീട് എന്താ പറയുക, തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള അലമാരയും കാര്യങ്ങളൊക്കെ തുറന്ന് തുണിയെല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ ഒരു ബോഡിയുടെ മുകളിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ബോഡി കത്തുന്നതിൻ്റെയും ഒപ്പം ആ ഒരു തുണിയും കൂടെ കത്തിയതിൻ്റെ ഒപ്പം ഈ വീടും കൂടെ കത്തും, തെളിവുകളെല്ലാം തന്നെ നശിക്കുമെന്നായിരുന്നു ഈ ഒരു പയ്യൻ കരുതിയിട്ടുണ്ടായത്. എന്നാൽ കുറച്ചൊക്കെ ഒന്ന് കത്തിയതിന് ശേഷം ആ ഒരു തുണിയൊക്കെ കത്തി തീർന്നപ്പോൾ പിന്നീട് ആ ഒരു തീ അണഞ്ഞു പോവായിരുന്നു. ആ പയ്യൻ കരുതിയതുപോലെ വീടിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പോകാനുള്ളൊരു ധൈര്യവും ആ ഒരു പയ്യന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു ആളുടെ വീടും പൂട്ടി നേരെ ചെന്നൈയിലോട്ട് നാട് വിട്ടത്. തൻ്റെ കുടുംബം ഇല്ലാതാക്കിയതിന്, അതായത് തൻ്റെ അച്ഛനെയും അമ്മയെയും ആത്മഹത്യയിലോട്ട് തള്ളിവിട്ടതിനാണ് ഈ ഒരു സുഗന്ധകുമാറിനെ കൊലപ്പെടുത്തിയതെന്ന് ശങ്കരാനന്ദ് പോലീസിനോട് പറയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ പെട്രോൾ വാങ്ങിച്ചു കൊടുത്തത് ഇയാളുടെ ഒരു സുഹൃത്തായിരുന്നു. ആ ഒരു സുഹൃത്തിനെയും കൂടെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.